വോട്ട് ഹമാര രാജ് തുമാര നഹി ചലേഗ നഹി ചലേഗ. ഞങ്ങളുടെ വോട്ടിൽ നിങ്ങളുടെ ഭരണം ഇനി നടക്കില്ല. എല്ലാവർക്കും ഊരാളി ടോക്സിലേക്ക് സ്വാഗതം. മാർച്ച് 15 സാമാജിക് പരിവർത്തൻ ദിവസ് അഥവാ സാമൂഹിക പരിവർത്തനത്തിൻ്റെ ദിവസമായിട്ടാണ് രാജ്യത്തെമ്പാടും ആഘോഷിക്കുന്നത്. മാർച്ച് 15 ഇന്ത്യയിൽ പൊളിറ്റിക്സിൽ ഒരു ബുദ്ധനുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പൊളിറ്റിക്സിൽ രാഷ്ട്രീയത്തിൽ ഒരു ശാസ്ത്രജ്ഞനുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഒരു തന്ത്രജ്ഞനുണ്ടെങ്കിൽ അത് മാന്യവർ ദാദാ സാഹബ് കാൻഷിറാംജിയാണ്. അദ്ദേഹത്തിൻ്റെ 92ാം ജയന്തി ആഘോഷമാണ് ഈ വരുന്ന മാർച്ച് 15 എന്നത്. പ്രിയമുള്ളവരെ, മാന്യവർ ദാദാ സാഹബ് കാൻഷിറാംജി എന്ന് പറയുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ സാധാരണഗതിയിൽ ഓരോ രാഷ്ട്രീയ വിദ്യാർത്ഥിയും പഠിച്ചിരിക്കേണ്ട ഒരു ജീവിത രേഖയാണ് മാന്യവർ ദാദാ സാഹബ് കാൻഷിറാംജിയുടേത്. 1934 പഞ്ചാബിലെ റോപ്പർ ജില്ലയിൽ ഹരിസിംഗിൻ്റെയും ബിഷൻ ഖബറിൻ്റെയും മകനായി ജനിക്കുകയും പിന്നീട് പൂനെയിലെ DRDO അറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ ശാസ്ത്രജ്ഞനായി ജോലി നോക്കുന്ന സമയത്ത് ധീനാബാന എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ബാബാ സാഹബ് ഡോക്ടർ BR അംബേദ്കറുടെയും ബുദ്ധജയന്തിക്കും അവധി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിയമ പോരാട്ടത്തിന് തയ്യാറാവുകയുണ്ടായി. അന്ന് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന മാന്യവർ ദാദാ സാഹബ് കാൻഷിറാംജി അദ്ദേഹത്തെ സഹായിക്കുകയുണ്ടായി. അവസാനം നിയമ പോരാട്ടത്തിന് ശേഷം അവധി പുനഃസ്ഥാപിക്കുകയും ദീനാബാനയ്ക്ക് അദ്ദേഹത്തിന് ജോലിയിൽ തിരികെ പ്രവേശിക്കാനും തയ്യാറായി. അതിൻ്റെ ഒരു തുടർ ചർച്ച എന്നോണം മാന്യവർ ദാദാ സാഹബ് കാൻഷിറാംജി ഇരിക്കുന്ന വേദിയിൽ തന്നെ മുതിർന്ന മേലുദ്യോഗസ്ഥർ ബാബാ സാഹബ് ഡോക്ടർ BR അംബേദ്കറെ മോശം ഭാഷയിൽ പരാമർശിക്കുകയും അതിൽ അരിശം പൂണ്ടുകൊണ്ട് മാന്യവർ ദാദാ സാഹബ് കാൻഷിറാംജി മേലുദ്യോഗസ്ഥരെ കായികമായി നേരിടുകയാണ് ഉണ്ടായത്. ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ജയിലിലാവുകയും ജയിലിന് ശേഷം അവരെ വകവരുത്തുന്നതിന് വേണ്ടി ഒരു പിസ്റ്റൾ കരസ്ഥമാക്കുകയും അതിനുവേണ്ടിയുള്ള അവസരം നോക്കിയിരിക്കുന്ന സമയത്ത് തന്നെയാണ് ധീനാബാന അദ്ദേഹത്തിന് മാന്യവർ ദാദാ സാഹബ് കാൻഷിറാംജിക്ക് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് അഥവാ ജാതി നിർമൂലനം എന്ന് പറയുന്ന ബാബാ സാഹബ് ഡോക്ടർ BR അംബേദ്കറുടെ പ്രശസ്തമായ പുസ്തകം വായിക്കുന്നതിന് വേണ്ടി നൽകുന്നത്. ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹം 3 തവണ വായിച്ചതിന് ശേഷം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം, എൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് ഓഫ് ലൈഫ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, എൻ്റെ ജീവിതം, ഞാൻ ഈ ലോകത്ത് ജനിച്ചതിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യം ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അമ്മയ്ക്ക് ഒരു 22 പേജോളം വരുന്ന കത്തെഴുതുകയുണ്ടായി. ഞാൻ വിവാഹം കഴിക്കില്ല എന്നും ഞാൻ സ്വന്തമായി സ്വത്ത് സമ്പാദിക്കില്ല എന്നും ഞാൻ എൻ്റെ ജീവിതം എൻ്റെ സമൂഹത്തിന് വേണ്ടി, ഞാൻ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു എന്നും തുടങ്ങുന്ന കാര്യങ്ങളടങ്ങുന്ന ഒരു കത്ത് അമ്മയ്ക്ക് തയ്യാറാക്കിക്കൊണ്ട് ജോലി രാജിവെച്ചുകൊണ്ട് അദ്ദേഹം സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കുകയാണ് ഉണ്ടായത്. ആദ്യം കാൽനടയായും പിന്നീട് സൈക്കിളിൽ 4000-ലധികം കിലോമീറ്റർ ഇന്ത്യയിലെമ്പാടും സഞ്ചരിക്കുകയും മഹാത്മാ ജ്യോതിറാവ് ഫൂലെ, സാഹുജി മഹാരാജ്, പെരിയാർ രാമസ്വാമി നായ്ക്കർ, ശ്രീനാരായണ ഗുരുദേവൻ, ബാബാ സാഹബ് ഡോക്ടർ BR അംബേദ്കർ തുടങ്ങി നിരവധി സാമൂഹിക നവോത്ഥാന നായകന്മാരുടെ പോരാട്ടത്തെക്കുറിച്ച് പഠിക്കുകയും പഠിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം 1971 ബാംസഫ് എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുകയും അതിനുശേഷം 1981 DS4 രൂപീകരിക്കുകയും 1984 ഏപ്രിൽ മാസം 14-ാം തീയതി ബഹുജൻ സമാജ് പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ എത്രമാത്രം അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം എന്നത് നമുക്ക് മനസ്സിലാകുന്ന അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അമ്മ നോക്കുമ്പോൾ ഒരു പുസ്തകം ഇരുന്ന് വായിക്കുകയാണ്. അദ്ദേഹം പുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമ്മ ചോദിക്കും, എന്താണ് മകനെ നീ ഈ പുസ്തകത്തിൽ തിരയുന്നത്, അല്ലെങ്കിൽ പുസ്തകം ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്ന, ആഹാരം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല? അപ്പോൾ അദ്ദേഹം നൽകിയ വളരെ മനോഹരമായൊരു മറുപടിയുണ്ട്, അമ്മേ, ഞാൻ അധികാരത്തിൻ്റെ താക്കോൽ ഈ പുസ്തകങ്ങളിൽ തേടുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിൻ്റെ മണ്ണിൽ 4 തവണ അധികാരത്തിൻ്റെ താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിൻ്റെ ശ്രീകോവിൽ കടക്കുകയും എങ്ങനെയാണ് സാധാരണക്കാരന് വേണ്ടി പവർ ടു പവർലെസ് എന്ന് പറയുന്ന സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ട് തന്നെ സാധാരണക്കാരൻ എങ്ങനെ ഈ രാജ്യത്ത് അധികാരത്തിൻ്റെ പങ്കാളിയാകാം, എങ്ങനെ ഇവിടെ ഗുഡ് ഗവേണൻസ് നടത്താം എന്ന് തെളിയിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ഇന്ന് പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ ബഹുജൻ സമാജ് പാർട്ടി എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിലൂടെ
അംഗങ്ങളെ കണ്ടെത്തുന്നതിന് ബഹുജൻ സമാജ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം മാന്യവർ കാൻഷിറാംജി സൃഷ്ടിച്ചത് ഈ നാട്ടിൽ ഇന്നും അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം വളരെ സിമ്പിളായി തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലെ പേന ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയെ വളരെ ലളിതമായി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഈ പേനയ്ക്ക് ഈ ക്യാപ്പിന് മുകളിലോട്ടുള്ളത് ജാതിയിലെ ഉന്നത ശ്രേണിയിലുള്ളവരും, ഈ പേനയുടെ വിരലിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ളത് സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന ആളുകളുമാണ്. ഇത് തന്നെയാണ് എല്ലാ മേഖലയിലും, സിനിമയായിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ, അതല്ലെങ്കിൽ സാഹിത്യമായിക്കോട്ടെ, അതുമല്ലെങ്കിൽ ഭൂമി ആയിക്കോട്ടെ, എല്ലാം ഈ ജാതിയുടെ ശ്രേണീകൃതമായിട്ടുള്ള അസമത്വത്തിൽ അല്ലെങ്കിൽ ഈ ശ്രേണീകൃതമായ രീതിയിലാണ് ഇവിടെ അല്ലെങ്കിൽ വിഭവങ്ങൾ വിഭജിക്കുന്നത് അല്ലെങ്കിൽ വിഭജിച്ചിട്ടുള്ളത്, ഇനിയും വിഭജിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് വളരെ സിമ്പിളായി മാന്യവർ ദാദാസാഹബ് കാൻഷിറാംജി ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയെ ഒരു പേനയോളം ചെറുതാക്കി ആളുകൾക്ക് ലാളിത്യത്തോടെ ലളിതമായി മനസ്സിലാക്കി കൊടുത്ത മഹാനാണ് മാന്യവർ ദാദാസാഹബ് കാൻഷിറാംജി. നമുക്കറിയാം, ഇന്ന് അദ്ദേഹം മാന്യവർ ദാദാസാഹബ് കാൻഷിറാംജി ഉപയോഗിച്ചൊരു വാക്ക് എന്ന് പറയുന്നത് ദളിത്തിങ് എന്നാണ്. ദളിത്തിങ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായി നമ്മളൊരു 10 ഏക്കർ വസ്തു, 10 ഏക്കർ സ്ഥലം ആവശ്യപ്പെടുകയാണ് അധികാരികളോടോ അല്ലെങ്കിൽ ഭൂപ്രഭുക്കന്മാരോടോ ആവശ്യപ്പെടും. നമുക്ക് 1 സെൻറ്റ് കിട്ടി. ആ 1 സെൻറ്റിൽ നമ്മൾ വളരെ സന്തോഷവാനായി ജീവിക്കുന്നു. അത് തന്നെയാണ് ഇന്നത്തെ സംഘടനാ നേതാക്കന്മാരും. ഞാനിതിപ്പോൾ പറയാൻ കാര്യം, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്. തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ജാതിയോ അല്ലെങ്കിൽ വർഗത്തിലോ പെട്ട ആളുകൾക്ക് സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടി യാചിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു സീറ്റ് തരണം, അല്ലെങ്കിൽ ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് എന്ത് പറയുന്നത്, ഒരു സ്ലേവ് ലാംഗ്വേജ്, അടിമയുടെ ഭാഷയാണ് യഥാർത്ഥത്തിൽ ദളിത് എന്ന് പറയുന്ന വാക്ക് തന്നെ നാം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതിന് കാരണം, ദളിത് എന്ന് പറയുന്ന വാക്കിനർത്ഥം ബ്രോക്കൺ പീപ്പിൾ എന്നാണ്. നമ്മൾ തന്നെ ചിതറിക്കപ്പെട്ട അല്ലെങ്കിൽ ചിതറിയ മനുഷ്യരാണ് എന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെയാണ് മാന്യവർ കാൻഷിറാംജി ദളിത്തിങ് എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ ചിട്ടപ്പെടുന്നത്. അത് യഥാർത്ഥത്തിൽ ദളിത്തിങ് ഇന്ന് വളരെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ സമയത്ത് വളരെ കൂടുതലായി നടക്കുന്നു. കാരണം തിരഞ്ഞെടുപ്പാകുമ്പോൾ തന്നെ കുറേ ആക്ടിവിസ്റ്റുകൾക്ക് വേണ്ടി സീറ്റ് വേണമെന്ന് ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ അപേക്ഷിക്കുകയും ആ സീറ്റ് ലഭിച്ചാൽ നമ്മുടെ സംഘടനാ നേതാക്കന്മാരെല്ലാം ഒരിക്കലും അവർ നമ്മുടെ ലീഡേഴ്സ് അല്ല, അവർ യഥാർത്ഥത്തിൽ ഡീലേഴ്സാണ്. ഡീൽ ഓർ നോ ഡീൽ നടത്തുകയാണ്. ജനങ്ങൾ സാധാരണക്കാരൻ്റെ തലയെണ്ണി തങ്ങളുടെ ഭാഗം, തങ്ങളുടെ ആവശ്യം നടപ്പാക്കുകയാണ്. യഥാർത്ഥത്തിൽ അവിടേക്കാണ് മാന്യവർ ദാദാസാഹബ് കാൻഷിറാംജി ചട്ടുകയോഗം എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ, ചംചാ ഏജ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കി തന്നിരിക്കുന്നത്. നമുക്കൊരിക്കലും ദളിത്തിങ്ങിന് അടിസ്ഥാനത്തിലുള്ള സ്ലേബ്സ് ലാംഗ്വേജ് അല്ല വേണ്ടത്. നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ലീഡേഴ്സ് ലാംഗ്വേജ് അല്ലെങ്കിൽ റൂളേഴ്സ് ലാംഗ്വേജ് ആണ് വേണ്ടത്. മാന്യവർ കാൻഷിറാംജിയുടെ ജീവിതം, അദ്ദേഹം എപ്പോഴും പറയുന്നത്, നമുക്കെപ്പോഴും വേണ്ടത് ലീഡേഴ്സ് ലാംഗ്വേജ് ആണ്. നമുക്ക് അധികാരത്തിൻ്റെ ഭാഷയാണ് വേണ്ടത്. നിങ്ങൾക്ക് മറ്റുള്ളവർ സീറ്റ് തന്നില്ലെങ്കിൽ നിങ്ങൾ സ്വന്തം നിലയിൽ മത്സരിച്ച് നിങ്ങളുടെ വോട്ടിൻ്റെ ശക്തി തെളിയിക്കാൻ തയ്യാറാകണം. മാന്യവർ കാൻഷിറാംജി എപ്പോഴും പറയുന്നുണ്ടായിരുന്നു, വോട്ട് വാല ജീതേഗ, നോട്ട് വാല ഹാരേഗ. അതായത് വോട്ടിൻ്റെ മുന്നിൽ പണം പരാജയപ്പെടും എന്നതാണ്. വോട്ടിൻ്റെ മുന്നിൽ യഥാർത്ഥത്തിൽ പണത്തിനൊരു മൂല്യമില്ല. വോട്ട് കൂടുതലുള്ള ആളുകളാണ് ജയിക്കുന്നത്. അവിടെ ഇനി എത്ര പണമുണ്ട് എന്നതിൽ അടിസ്ഥാനത്തിലല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വോട്ട് വളരെ നോക്കി വളരെ അമൂല്യമായ വസ്തുവാണ്. അത് ഏതെങ്കിലും ഒരു ചെറിയ ഡീലർഷിപ്പിന് വേണ്ടി കളയാതിരിക്കാൻ നാം ശ്രമിക്കണം. മാന്യവർ കാൻഷിറാംജി നമുക്ക് നൽകുന്ന രാഷ്ട്രീയ പാഠം, യഥാർത്ഥത്തിൽ അസാധ്യമായ ഒന്നിനെ സാധ്യമാക്കാൻ സാധിക്കും. നമുക്ക് നമ്മുടെ കയ്യിലെ വോട്ട് എന്ന് പറയുന്ന മഹത്തായ ആയുധം മറ്റാരെയോ ജയിപ്പിക്കുന്നതിന് വേണ്ടിയോ മറ്റാർക്കും അധികാരത്തിൻ്റെ താക്കോൽ കൈയാളുന്നതിന് വേണ്ടി കളയാനുള്ളതല്ല. നമുക്ക് ആ അധികാരത്തിൻ്റെ താക്കോൽ എടുത്തുകൊണ്ട് അധികാരത്തിൻ്റെ ശ്രീകോവിൽ കടക്കാനും അവിടെ ഭരണം നടത്താനും വേണ്ടി ഉപയോഗിക്കണമെന്നതാണ് മാന്യവർ ദാദാസാഹബ് കാൻഷിറാംജി പറയുന്നത്, അല്ലെങ്കിൽ മാന്യവർ കാൻഷിറാംജിയുടെ ജീവിതം നമ്മളെ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 92-ാം ജയന്തി ദിനത്തിൽ
ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഭാരതരത്ന നൽകി മാന്യവർ ദാദാസാഹബ് കാൻഷിറാംജിയെ രാജ്യം ആദരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും മാന്യവർ ദാദാസാഹബ് കാൻഷിറാംജിയുടെ ജന്മദിനാശംസകൾ നേരുന്നു. ജയ് ഭീം, ജയ് ഭാരത്.